കേരളത്തിലെ അക്രമ സംഭവങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇടപെടുവിച്ച് ഇടത് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ലക്ഷ്യം വെച്ചാണ് RSSന്റെ നീക്കം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ദേശീയ ദളിത് അവകാശ കമ്മീഷനെയുമാണ് RSS സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13 മാസങ്ങൾക്കിടെ 14 RSS പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഇതിൽ 4 ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരും ഒരു സ്ത്രീയും ഉൾപ്പെടുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. CPM നടത്തുന്നത് ആശയപരമായ സംഘർഷമല്ലെന്നും ഇടത് സർക്കാർ ദളിത് സ്ത്രീവിരുദ്ധരാണ് എന്നും ചിത്രീകരിക്കാൻ ലക്ഷ്യം വെച്ചാണ് പരാതി. ഇതുകൂടാതെ അടുത്ത കാലത്തായി CPM അക്രമശൈലി മാറ്റിയെന്നും ശാരീരികമായ ആക്രമണങ്ങളോടൊപ്പം RSS പ്രവർത്തകരുടെ വീടും കടകളും ഉൾപ്പെടെ നശിപ്പിക്കുന്നതും പതിവാക്കിയിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അക്രമത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിലെ വിഷയങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് HL ദത്തുവുമായി സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട്. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് ജസ്റ്റിസ് HL ദത്തു ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേരളത്തിലെ സംഘർഷം RSS നേതാക്കൾ BJP അധ്യക്ഷൻ അമിത് ഷായുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.